വർഷം സൗത്ത് ഇന്ത്യയിൽ നിന്ന് റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി ലിയോ മാറിയിരിക്കുകയാണ്. സലാർ എന്ന സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയാണെന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. 2023 ഒക്ടോബർ 19 തിയേറ്ററിലെത്തിയ ലോകേഷ് കനകരാജ് വിജയ് ചിത്രമാണ് ലിയോ. ചിത്രത്തിന് ആദ്യ ദിനം മുതൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് എല്ലായിടത്തും ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ മിക്സ്ഡ് റിവ്യൂസിലൂടെ തന്നെയും ലിയോ സിനിമ ആദ്യ ദിവസം റെക്കോർഡ് കളക്ഷനാണ് നേടിയെടുത്തത്. ആദ്യ ദിവസം സിനിമ നേടിയെടുത്തത് 148 കോടി 50 ലക്ഷം രൂപയാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂസ് പ്രകാരം ലിയോയ്ക്ക് ഒരു പുതിയ റെക്കോർഡും കൂടി നേടാൻ സാധിച്ചിട്ടുണ്ട്. 2023 ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡാണ് ലിയോയ്ക്ക് ഇപ്പോൾ നേടാൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു സിനിമ 623 കോടി 25 ദിവസം കൊണ്ട് നേടിയെടുത്തു. സലാറിന്റെ റെക്കോർഡൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സലാർ ലിയോനെ തൂക്കുന്നു. എന്നാൽ ലിയോ നൈസായിട്ട് സലാറിനെ ഇപ്പോൾ തൂക്കിയിട്ടുണ്ട്. ലിയോയ്ക്ക് മിസ്സായ 1000 കോടി എന്തായാലും സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അടിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഏകദേശം പാട്ട് വന്നപ്പോൾ 500 കോടിക്ക് മേളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമയെല്ലാം സെക്കൻഡ് പാർട്ട് 1000 കോടി കയറിയിട്ടുണ്ട്. ബാഹുബലി KGF ഒക്കെ അതിനൊരു ഉദാഹരണമാണ്. എന്തായാലും കാത്തിരിക്കാൻ ലിയോന്റെ സെക്കൻഡ് പാർട്ടിനായി. സലാർ പ്രഭാസിന്റെ മോസ്റ്റ് അവൈറ്റഡ് ബ്രഹ്മാണ്ഡ ചലച്ചിത്രമായിരുന്നല്ലോ സലാർ. സലാറിന്റെ ഫൈനൽ കളക്ഷൻ എത്രയാ നമുക്ക് നോക്കാം. സലാറിന്റെ ഹിന്ദി കളക്ഷൻ 101 കോടിയാണ്. കേരള കളക്ഷൻ ഏകദേശം 16 കോടി റേഞ്ചിലെത്തും. ആന്ധ്രാപ്രദേശ് തെലങ്കാന ഭാഗത്ത് സലാറിന് വമ്പൻ കളക്ഷനാണ്. ഏകദേശം 160 കോടി സലാർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും മാത്രം സലാർ 404 കോടിയാണ് കളക്ട് ചെയ്തത്. ഓവർസീസിൽ നിന്നും മാത്രം ചിത്രം 208 കോടി കളക്ട് ചെയ്തു. സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 612 കോടി രൂപയാണ്. 100 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ചിത്രം തിയേറ്ററുകളിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തു. കഴിഞ്ഞ ജനുവരി 20 സലാർ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്തത്. പത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ. പ്രഭാസിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് സലാർ എന്ന ചിത്രം. എനിമലിന്റെ OTT ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ജനുവരി 26 നെറ്റ്ഫ്ലിക്സ് വഴിയാകും എനിമൽ OTT റിലീസ് ചെയ്യുക.